ഞാംടെക്കുമായി മാവിന്റെ മാങ്ങയാണ്. ഇത് കുളമ്പ് മാവാണ്. കുളമ്പ് മാവ് നന്നായിട്ട് മാങ്ങ ഉണ്ടാകുന്ന മാവാണ്. മാങ്ങയ്ക്ക് കേടില്ല, നല്ല രീതിയിൽ മാങ്ങ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് ബരാമസി മാവാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് മാങ്ങ നന്നായിട്ടുണ്ടാവും. പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിൽ ഇന്ന് നടന്നത്, ഡിസംബർ മാസം 7-ാം തീയതി ശനിയാഴ്ച നടന്നത്, ജൈവ പച്ചക്കറി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി കർഷകരിലേക്ക് തൈകൾ എത്തിക്കുക എന്നുള്ളത് അടുക്കളത്തോട്ട പരിപാലന പദ്ധതിയാണിത്. ഇതിൽ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോകാറുണ്ട്. 1000-ഓളം ആളുകൾക്ക് തൈകൾ കൊടുത്ത് 1000 കുടുംബങ്ങളിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ വിജയകരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിലുപരിയായി ഇന്ന് കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലേക്കും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഫാമായി മാറാൻ ഞങ്ങൾ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വീണ്ടും എത്തിയിട്ടുള്ളത് പുളിക്കൽ സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള കർഷക സേവന കേന്ദ്രം എന്ന നഴ്സറിയിലാണ്. നമ്മൾ ഇവിടുത്തെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കുറച്ച് നല്ല വെറൈറ്റി വലിയ മാവുകളുടെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പൂവിട്ടതും അതുപോലെ തന്നെ കായുള്ള നല്ല വലിയ മാവുകളാണ് നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വലിയ മാവ് ആവശ്യമുള്ള ആളുകൾക്ക് ഉപകാരത്തിൽപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ആ ബെൽ ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഞാംടെക്കുമായി മാവിന്റെ മാങ്ങയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ മാംഗോ ഫെസ്റ്റിവൽ നടത്തിയ സമയത്ത് ഞങ്ങൾക്കുണ്ടായ അനുഭവം, ഇതിന്റെ മുകളിൽ ഈ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന പല മാവിന്റെ മുകളിൽ നിന്നും തന്നെ ഞങ്ങൾക്ക് മാങ്ങ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു മാംഗോ ഫെസ്റ്റിവലിന്റെ ടൈം ആകുമ്പോഴേക്കും വീണ്ടും ഇതിന്റെ മുകളിൽ പൂത്ത് മാങ്ങകളാവും. ഇതിൻ്റെ ഇടയിൽ ഒന്ന് പൂത്തുണ്ടായതാണിത്. ഇത് പലപ്പോഴും മാങ്ങ ഉണ്ടാവുന്ന ഒരു ഇനം മാവാണ്. ഇതുപോലെ ഇത് കാട്ടിമൂടൊക്കെ തന്നെ ഒരു ഓൾ സീസൺ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ ഞങ്ങൾക്ക് പലപ്പോഴും മാങ്ങ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് കലാപ്പാടി മാവാണ്. ഈ കലാപ്പാടി മാവ് കൃത്യമായി മാങ്ങ തരുന്നൊരു മാവാണ്. ഒരു വീട്ടുമുറ്റത്തൊരു കലാപ്പാടി എന്നുള്ളത് എല്ലാ വീട്ടുമുറ്റത്തൊരു കലാപ്പാടി എന്നുള്ളതിൽ മാറേണ്ട സമയമായിട്ടുണ്ട്. ഒരു രുചികരമായ മാങ്ങയാണിത്. പിന്നെ പൊതുവേ മാമ്പഴ പ്രേമികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു മാങ്ങ ഇനം കൂടിയാണിത്. അതുകൊണ്ട് ഒരു കലാപ്പാടി മാവ് ഒരു വീട്ടുമുറ്റത്ത് നടാൻ ശ്രമിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. കോട്ടൂർക്കോണം മാവാണിത്. കോട്ടൂർക്കോണം മാവ് നമുക്ക് മാങ്ങ പ്രേമികളെ ഒരു താല്പര്യമുള്ള മാവാണ്. നന്നായിട്ട് ആളുകൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 വർഷം കൊണ്ട് തന്നെ ഇത് പൂത്ത് വരുന്നുണ്ട് കേട്ടോ. മാവ് വേഗം പൂത്ത് മാങ്ങയിലേക്ക് വരുന്നൊരു അനുഭവം കൂടി കാണുന്നുണ്ട്. അതിന്റെ മുകളിൽ ഉണ്ണിമാങ്ങ ഇപ്പം തന്നെ ആയി. ഇത് മാങ്ങയിലേക്ക് വന്നതാണ്. ഇനി ഇത് മാവ് അടുത്ത മാസം നന്നായിട്ട് പൂത്ത് മാങ്ങയിലേക്ക് വരും. കഴിഞ്ഞ കൊല്ലം തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ മാങ്ങ എടുത്ത് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിജയകരമായ രീതിയിലേക്ക് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് കോട്ടൂർക്കോണം. കേടുവരാത്തൊരു ഇനം മാങ്ങ കൂടിയാണിത്. കോണത്തിന്റെ തൈകൾ നല്ല ഒരുവിധം 1 മീറ്റർ ഉയരത്തിലുള്ള തൈകൾ 250 രൂപയ്ക്ക് നമ്മളെ വിൽപ്പനയിലുണ്ട്. ആ രീതിയിലുള്ള നല്ല തൈകൾ കിട്ടാനുണ്ട്. കോട്ടൂർക്കോണത്തിന്റെ ഒരുവിധം വലിയ മാവുകളൊക്കെ തന്നെ ഞങ്ങൾ കയ്യിലുണ്ട് കേട്ടോ. ഇത് കുളമ്പ് മാവാണ്. കുളമ്പ് മാവ് നന്നായിട്ട് മാങ്ങ ഉണ്ടാകുന്ന മാവാണ്. മാങ്ങയ്ക്ക് കേടില്ല, നല്ല രീതിയിൽ മാങ്ങ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വീട്ടുമുറ്റത്തൊക്കെ തന്നെ നടുകയാണെങ്കിൽ ഒരു കുളമ്പ് മാവിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഏത് വീട്ടിലും ഒരു മാവ് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അതിലേക്ക് പറ്റിയൊരു ഇനമാണ് കലാപ്പാടി. കുളമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മാവുകളായിട്ട് കണക്കാക്കാം. നമ്മളെ കേരളത്തിന്റെ മാവുകളിൽ നല്ല ഇനം മാവുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തരം മാവുകളൊക്കെ തന്നെ ആയിരിക്കും നന്നാവും കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഒരു സൗജന്യ വിതരണം നടത്തുന്നുണ്ട് അല്ലേ? അതെ, അത് പുളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അഗ്രിഫാം നഴ്സറി കൊട്ടപ്പുറത്ത് ശീതകാല പച്ചക്കറി തൈകളുടെ വിതരണം നടന്നു. അതിന്റെ പരിപാടി കഴിഞ്ഞ സമയമാണിത്. ഞങ്ങൾ 1000-ൽ കൂടുതൽ ആളുകൾക്ക് ഇന്ന് പച്ചക്കറി തൈകൾ 1000 വീടുകളിലെങ്കിലും പച്ചക്കറി കൃഷി തുടങ്ങുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. അത് വിജയകരമായി എല്ലാ വർഷവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഭംഗിയായിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൃഷി രീതിയൊക്കെ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അത് കൃഷിയിൽ ഞങ്ങൾ ഇടപെടുന്ന ഒരു സാഹചര്യം ഞങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇത് കാട്ടിമൂൺ മാവാണ്. ഈ അടുത്ത കാലത്താണ് കാട്ടിമൂൺ മാവ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്. ഈ മാവ് ഞാൻ പരിചയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇതിന്റെ മുകളിൽ നിന്ന് ഞാൻ കണ്ടൊരു ഗുണം, ഈ മാങ്ങ കേടുവരുന്നില്ല. അതിലുപരി ഒരു വർഷത്തിൽ പലപ്പോഴായി മാങ്ങ ഉണ്ടാവുന്ന ഒരു പ്രവണത കൂടി മാവ് കാണിക്കുന്നുണ്ട്. ഒരു മാവിൽ നിന്ന് 3 പ്രാവശ്യം കഴിഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ തൈകൾ ഇപ്പം ഞങ്ങൾ വിൽപ്പനയിലുണ്ട്. ചെറിയ ഒരു 250 രൂപ മുതൽക്ക് തുടങ്ങിയിട്ട് 1000, 2000, 2500 വരെയുള്ള മാവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ഐലൻഡ് വെറൈറ്റിയാണ്, ഓൾ സീസണാണ്. ഇതിപ്പോൾ മാങ്ങ ഇല്ല, മാങ്ങ കഴിഞ്ഞിട്ടുണ്ട്. താഴത്തെ ഞങ്ങൾക്കൊരു നന്നായിട്ട് പൂത്ത് നിൽക്കുന്നൊരു മാവുണ്ട്. അതിനുള്ള ഉണ്ണിമാങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഓൾ സീസൺ മാവാണ്.
ഇത് അത്ര രുചികരമാണ് എന്ന് ഞാൻ പറയാറില്ല. കാരണം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയണത് വാങ്ങാൻ വരുന്ന ആളുകളെ ചെറിയ രീതിയിൽ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് ഇന്നിൽ ഉള്ളത്. കാരണം എന്താ പറയുക, ഇത് ഈ ഓൾ സീസൺ മാവാണ്, വേണ്ടത്ര രുചികരമല്ല മാങ്ങ. വീട്ടുമുറ്റത്ത് എപ്പോഴും മാങ്ങ ഉണ്ടാവുന്ന ഒരു മാവ് തെരഞ്ഞു വരുന്ന ആളുകൾ നന്നായിട്ട് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. തായ്ലൻഡ് വെറൈറ്റിയാണ് ഇത്. ബരാമസി മാവാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് മാങ്ങ നന്നായിട്ടുണ്ടാവും, അതുപോലെ തന്നെ നല്ല രുചികരമായ മാങ്ങയാണ്. ഞങ്ങൾ കഴിഞ്ഞ മാംഗോ ഫെസ്റ്റിവലിൽ ഇതിന്റെ മുകളിൽ നിന്ന് ഒരു 10ൽ കൂടുതൽ മാങ്ങ പ്രദർശിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ തന്നെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം മാംഗോ ഫെസ്റ്റിവൽ ആവുമ്പോഴേക്കും ഇതിന് മുകളിൽ മാങ്ങയാവും. ഇപ്പം പല ഭാഗങ്ങളും ഇതിന് മുകളിൽ തന്നെ പൂത്ത് തുടങ്ങുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് എടുക്കാൻ കഴിയും, നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് ചക്കരക്കുട്ടി മാവാണ്. ചക്കരക്കുട്ടി മാവിന് ഉള്ള ഒരു പ്രത്യേകത, ചക്കരക്കുട്ടി എന്ന് പറഞ്ഞാൽ പല ആളുകളും മാവ് കൊണ്ടുപോയി വെക്കുമ്പോൾ ചക്കരക്കുട്ടി ആവാറില്ല. എന്നാൽ ഞങ്ങൾ കൊടുക്കുന്ന തൈകൾ ചക്കരക്കുട്ടിയെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഞങ്ങൾ ചക്കരക്കുട്ടി മാവിൽ നിന്നും ഞങ്ങൾ തന്നെ ബെഡ് ചെയ്തെടുത്ത് ആണ് ഈ തൈകൾ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചക്കരക്കുട്ടി മാവ് തന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ചക്കരക്കുട്ടി മാവിനെ ഞാൻ അതിൻ്റെ മാങ്ങ തിന്നതിൽ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, നല്ല മൂപ്പായി കഴിഞ്ഞാൽ തന്നെ ഒരു മധുരമുള്ള മാവ്. പൊതുവേ നമ്മൾ നാട്ടുമാങ്ങ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാലും പുളിപ്പുണ്ടാവും, പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. മധുരമുള്ളതും വേണ്ടത്ര മധുരമില്ലാത്ത പല ഇനങ്ങളുണ്ടാവാം. ഇതിനല്ല, ഇത് നല്ല മൂത്ത് കഴിഞ്ഞാൽ തന്നെ മധുരമുള്ള ഒരു മാങ്ങയിലേക്ക് വരും. ശരിക്കും ഒരു ഷുവർ മാംഗോ എന്ന് പറയാവുന്ന മാങ്ങ തന്നെയാണ് ഇത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ തന്നെ ഇത് പൂവ് തുടങ്ങുകയാണ്. ഈ വർഷം ആദ്യമായിട്ടാണ് പൂത്ത് തുടങ്ങുന്നത്. പൂവ് തുടങ്ങിക്കഴിഞ്ഞ് എന്താണെങ്കിലും ഈ വേനലിൽ പൂവിലേക്ക് വരും. ഈ വേനലിൽ പൂക്കും. ഈ വേനലിൽ തന്നെ ഇതിലൊക്കെ മാങ്ങ ആവും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. 3 വർഷം ആവുന്നുള്ളത്. 3 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇത് മാങ്ങയിലേക്ക് വരാമെന്ന് ആണ് ഇത് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ പൂവിലേക്ക് വന്ന് തുടങ്ങി. എന്താണെങ്കിലും വേനലിൽ ഇത് മാവ് പൂക്കും. ഈ ഇതിൻ്റെ മാങ്ങ കണ്ടുകൊണ്ടും മാങ്ങ തിന്നുകൊണ്ട് തന്നെ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന സാഹചര്യം ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇമാപസന്ത് മാവാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഇമാപസന്താണ്, ആന്ധ്രയിൽ നിന്നാണ് ഞങ്ങൾ ഈ മാവ് ഇറക്കിയത്. ഞങ്ങൾ ഇറക്കിയ സമയത്തുള്ള അതേ റേറ്റ് തന്നെ എപ്പോഴും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 7500 രൂപ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇനി ഇത്ര തൈ ഉള്ളൂ. ഞങ്ങൾ 200 തൈ ഒന്നായിട്ട് പലപ്പോഴായിട്ട് ലോഡ് ചെയ്ത് ഇവിടെ വന്നതാണ്. അതിൽ ഏകദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറഞ്ഞ മാവുകളേ ഇത് ഉള്ളൂ ഇവിടെ. ഇത് നല്ല രുചിയുള്ള മാങ്ങയാണ്. നല്ലോണം ശ്രദ്ധിച്ച് മണ്ണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീട്ടുമുറ്റത്തൊരു ഒരു നല്ല മാവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് കൊണ്ടുപോകാം. അങ്ങനെയാണ് വലിയ വലിയ വീടിൻ്റെ മുന്നിലേക്കാണ് ഇവിടുന്ന് എല്ലാവരും ഇത്തരം മാവ് കൊണ്ടുപോയിട്ടുള്ളത്. 7500 രൂപ മുടക്കി എല്ലാവർക്കും മാവ് വാങ്ങി വെക്കാൻ കഴിയില്ല. അതേസമയത്ത് ഇമാപസന്തിൻ്റെ ചെറിയ തൈകൾ 250 തൈയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. തൈ അങ്ങനെ വേണമെന്നുള്ളവർക്ക് 250 തൈ, 500 തൈ, 1000-ന്റെ ഒരുവിധം പൂവിലേക്കൊക്കെ വരുന്ന മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് വന്ന് കൊണ്ടുപോകാൻ കഴിയും. നമ്മളെ നഴ്സറിയിലെ ഒരു സ്ഥിരം കസ്റ്റമറാണിത്. ഇവരുടെ ഒരു അനുഭവം നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്താണ് നിങ്ങൾ ഇവിടെ എപ്പോഴും വരാനുള്ള ഒരു കാരണം എന്ന് പറയാം? ഞാൻ ചില തൈകൾ വിയറ്റ്നാം മേർലി ഒക്കെ വെച്ച് അവിടെ വീട്ടിൽ കായ്ച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും ഇതേമാതിരി ചിലവർക്കൊക്കെ ഇപ്പോൾ ഐസായിട്ട് ഒരു വേണമെന്ന് അറിയും. ചിലവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി കുറേ തൈകൾ ഞങ്ങളെ വണ്ടി വിളിച്ച് കുറേ തൈകളൊക്കെ കൊണ്ടുപോയിരുന്നു.